ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് എ പർച്ചേസ് ബിൽ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു പർച്ചേസ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ പർച്ചേസസ് എന്ന മോഡ്യൂളിൽ ബിൽസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ന്യൂ ബില്ലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വെണ്ടറിൻ്റെ നെയിം, നമ്മുടെ സപ്ലയറിൻ്റെ നെയിമാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ബില്ലിൽ കൊടുത്തിരിക്കുന്ന ആ ബിൽ നമ്പറാണ് നമ്മളിവിടേക്ക് എൻ്റർ ചെയ്യുന്നത്. ദെൻ ബിൽ ഡേറ്റ് എന്നാണോ ബിൽ ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ബിൽ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ദെൻ ഡ്യൂ ഡേറ്റ് എന്നാണ് നമ്മൾ ഈ ബില്ലിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ആ ഡേറ്റ് നമുക്ക് ഇപ്പം പേയ്മെൻറ്റ് 30 days എന്നാണ് വന്നത്. ഞാൻ വെണ്ടറിൽ 30 days കൊടുത്തുകൊണ്ടാണ്. ഇനി അതല്ല എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റ് ഇവിടെ നേരിട്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും സോഹോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രാൻസാക്ഷൻ ലെവലിലാണോ ലൈൻ ഐറ്റം ലെവലിലാണോ ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഐറ്റം ഇവിടെ ചൂസ് ചെയ്യുന്നു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റത്തിൻ്റെ നെയിം ചൂസ് ചെയ്യുന്നു. എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. ദെൻ റേറ്റ്. ടാക്സ് നമുക്കിപ്പോൾ വരാത്തത് നമ്മുടെ ഈ വെണ്ടർ അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇവിടെ വരുന്നുണ്ടാവും. അതിനുശേഷം നമ്മുടെ ഡിസ്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഞാൻ അത് എമൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു 100 rupees ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ അപ്പം നമ്മൾ ചൂസ് ചെയ്യണം ഏത് ഡിസ്കൗണ്ട് ലെഡ്ജറിലേക്കാണ് ഈ ഡിസ്കൗണ്ട് മാപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 2400 ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ബില്ല് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും സോഹോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കൺവേർട്ട് ടു ഓപ്പൺ എന്നുള്ളത് കൊടുത്താൽ മാത്രമേ ഈ ബില്ല് പേയ്മെൻറ്റിലേക്ക് ഡ്യൂ ആയി വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് ആയാലും നമ്മുടെ പേബിൾസിലേക്കാണെങ്കിലും ഈ ബില്ല് അഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് ടു ഓപ്പൺ ഓൺ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോഴാണിത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡ്രാഫ്റ്റ് എന്നുള്ള സ്റ്റേജ് മാറി ഓപ്പൺ എന്നതിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബില്ല്. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.